അപ്പോൾ എങ്ങനെയാണ് ഈ സുരക്ഷാ സ്ക്രീനിങ് കടന്ന് ഇവർ ഈ ഷൂസിനടിയിൽ ഈ സ്മോക്ക് ഗൺ കടത്തി അകത്തേക്ക് കടന്നത് എന്നുള്ളത്? രണ്ട്, സന്ദർശക ഗാലറിയിൽ തന്നെ നമ്മളൊരു സന്ദർശകനായി ഗാലറിയിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ വലതുവശത്തും ഇടതുവശത്തും സാധാരണഗതിയിൽ പ്ലെയിൻ ക്ലോത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടാകും. നമ്മളൊന്ന് കൈ അനക്കിയാൽ തന്നെ അവർ കൈ അനക്കരുത് എന്ന് പറയും. നമ്മളൊന്ന് എഴുന്നേറ്റ് നിന്നാൽ അപ്പോൾ നമ്മളെ പിടിച്ച് അവിടെ ഇരുത്തുക സാധാരണഗതിയിൽ സംഭവിക്കാറുള്ള കാര്യമാണ്. അപ്പോൾ ഒരാൾ സന്ദർശക ഗാലറിയിൽ നിന്ന് ലോക്സഭാ ഹാളിലേക്ക് എടുത്തു ചാടണമെങ്കിൽ അതിനു മുമ്പ് ഒരുപാട് ആക്ടിവിറ്റി നടന്നിരിക്കണമല്ലോ. അപ്പോൾ എഴുന്നേറ്റ് നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ ചാടാൻ ഒരുങ്ങുമ്പോഴോ ഈ ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യുകയായിരുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവരെ നിയന്ത്രിക്കാൻ സാധിക്കാതെ പോയത് എന്നുള്ളത്. രണ്ട്, അവരെ എടുത്തു ചാടുന്നു. എടുത്തു ചാടിയതിന് ശേഷവും മാർഷൽമാരല്ല അവരെ പിടിക്കുന്നത്, MP മാരാണ് പിടിക്കുന്നത്, അവരെ ഇടിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് മാർഷൽമാർ വരുന്നത്. താങ്കൾ ശരിയാവണ്ണം സൂചിപ്പിച്ചതുപോലെ തന്നെ 2001 വാർഷിക ദിനത്തിൽ പോലും ഇതാണ് സംഭവിക്കുന്നതെങ്കിൽ എങ്ങനെയാണ് പാർലമെന്റിന്റെ സുരക്ഷിതത്വം എന്നത് സംബന്ധിച്ച് ഒരു വലിയ ആശങ്ക തന്നെ രാജ്യത്തിനുണ്ടാകേണ്ട. കാരണം നിങ്ങളെല്ലാം തന്നെയും ഈ രാജ്യത്തിന്റെ പരിച്ഛേദമാണ് ശ്രീ കെ മുരളീധരൻ. അതാണ് പറഞ്ഞത്. ഇന്ന് ഈ പറയുന്നത് പോലെ കൈ അനക്കിയാൽ പോലും അവരെടുത്ത് വന്ന് ഉദ്യോഗസ്ഥന്മാര് കൈ അനക്കരുത് എന്ന് പറയുകയും എഴുന്നേറ്റ് നിന്നാൽ പിടിച്ചിരുത്തുകയൊക്കെ ചെയ്യുന്ന സഭയിലാണ് രണ്ടുപേര് സുഖമായിട്ട് എടുത്തു ചാടുന്നത്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ സുരക്ഷാ വീഴ്ച ഉണ്ടാവുന്നത്. മാത്രമല്ല, നികേഷ് സൂചിപ്പിച്ചതുപോലെ ഇവരെ പിടിക്കുന്ന സെക്യൂരിറ്റിക്കാരല്ല, MP മാരാണ് ഇവരെ പിടിച്ച് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിക്കുന്നത്. അപ്പോൾ ഇവർ ചാടുമ്പോൾ ഈ ഷൂ കയ്യിൽ വെച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഞങ്ങളെ കെറിയാനാണ് ഷൂ കയ്യിൽ വെച്ചതെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അതിന്റെ അകത്ത് വെച്ച വാതകം പുഴയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഷൂ അഴിച്ചതെന്ന് പിന്നീടാണ് മനസ്സിലാവുന്നത്. അപ്പൊ ഇതൊക്കെ ചെയ്യുമ്പോഴും സെക്യൂരിറ്റിക്കാർ എന്ത് ചെയ്യായിരുന്നു എന്നുള്ളതാണ് ഞങ്ങളും ചോദിച്ചത്. അതിന് വ്യക്തമായിട്ടുള്ള ഉത്തരം ഇപ്പോഴും കിട്ടിയിട്ടില്ല. അതിന്റെ അർത്ഥം ആർക്കും എന്തും ചെയ്യാവുന്ന ഒരവസ്ഥയിലേക്ക് ഇപ്പോഴത്തെ പാർലമെന്റ് മന്ദിരത്തിന്റെ സ്ഥിതിവിശേഷം അതാണ് ഞങ്ങൾക്ക് ഇപ്പൊ കാണാൻ കഴിയുന്നത്. അപ്പൊ ഇത്രയേറെ സെക്യൂരിറ്റി ഉണ്ടായിട്ട് പോലും അതിനെയൊക്കെ കവച്ചു വെച്ച് ഇവര് ചാടി എന്ന് പറയുമ്പോൾ അതെങ്ങനെ നാളെയൊക്കെ മനസ്സമാനത്തോടെ സഭയിലിരിക്കാൻ കഴിയുന്നതാണ് ഞങ്ങളെയൊക്കെ ആശങ്കപ്പെടുത്തുന്നത്. നമുക്ക് ഇത്രയധികം പ്ലാനിങ്ങോടുകൂടി ആസൂത്രണത്തോടുകൂടി ഇങ്ങനെ 4 പേര് അല്ലെങ്കിൽ അവസാന ഘട്ടത്തിൽ അത് 6 പേരാകുന്നുണ്ട്, ഇനിയും കൂടുതൽ പേരുണ്ടോ എന്നുള്ള പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് വെറുമൊരു കളർ സ്പ്രേക്ക് വേണ്ടി മാത്രമായിരിക്കും എന്ന് കരുതാമോ? അല്ലെങ്കിൽ ഇവരെന്താണ് ഈ സെക്യൂരിറ്റിയുടെ സംവിധാനങ്ങൾ എന്നുള്ളത് സംബന്ധിച്ച് ഒരു പരിശോധനക്കായി എത്തിയതാണോ? ഇത് സംബന്ധിച്ച് MP മാരെന്താണ്? സ്വാഭാവികമായും നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ അവസരം ഉണ്ടായിട്ടുണ്ടാവുമല്ലോ ശ്രീ കെ മുരളീധരൻ. തീർച്ചയായും എല്ലാവർക്കും പിടികിട്ടാത്തൊരു കാര്യം അതാണ്. എങ്ങനെ ഇത്രയേറെ സുരക്ഷയുള്ള ഒരു സഭയിൽ എങ്ങനെ ഇങ്ങനെ ചാടാൻ കഴിഞ്ഞു, ചാടിയതിനു ശേഷം എങ്ങനെ ഈ സ്പ്രേ പുഴയ്ക്കാൻ കഴിഞ്ഞു, ഇതൊക്കെ ഞങ്ങൾ ആശങ്കപ്പെടുത്തുകയാണ്. കാരണം അത്രയേറെ ലാഘവത്തോടുകൂടിച്ചാണ് സെക്യൂരിറ്റിക്കാർ ഇന്ന് പെരുമാറിയതെന്നാണ് ഇതിൽ നിന്നും വ്യക്തമാവുന്നത്. അപ്പോൾ ഇത് വളരെ കാര്യമായി തന്നെ അന്വേഷിക്കേണ്ടതാണ്. ഇതിന്റെ പിന്നിലുള്ള ശക്തികൾ ആരാണ്, എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നുള്ളത് വ്യക്തമായിട്ട് അന്വേഷിച്ച് കുറ്റക്കാർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി സ്വീകരിച്ചില്ല എങ്കിൽ നാളെ ഇത് വീണ്ടും പാർലമെന്റിൽ ആവർത്തിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. ഇവിടെ ഇതൊരു പക്ഷേ ആസിഡോ അല്ലെങ്കിൽ വിഷപ്പുകയോ ആയിരുന്നു എങ്കിൽ എന്താകുമായിരുന്നു എന്നുള്ളത് സംബന്ധിച്ച ഒരു ആശങ്ക പൊതുസമൂഹത്തിനാകെ ഉണ്ട്. ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഭരണാധികാരികൾ മാത്രമല്ല, രാജ്യത്തിൻ്റെ ആകെ പ്രതിനിധികളാണ് ലോക്സഭയിൽ ഇരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ 2001 ഡിസംബർ 13 ഞാനും അന്ന് ലോക്സഭയിൽ ഏഷ്യാനെറ്റ് ന്യൂസിന് വേണ്ടി റിപ്പോർട്ടിങ്ങിന് ഉണ്ടായിരുന്നു. അവിടെ വലിയ ആയുധങ്ങളുമായി പാകിസ്ഥാനി തീവ്രവാദികൾ ഗേറ്റ് കടന്ന് അകത്ത് വരികയായിരുന്നു. ഉടൻ തന്നെ വെടിവയ്പ് നടത്തുകയായിരുന്നു. സെക്യൂരിറ്റിയും വാച്ച് ആൻഡ് വാർഡ്മാരും കൊല ചെയ്യപ്പെട്ടു. പക്ഷേ അവരെ പെട്ടെന്ന് ന്യൂട്രലൈസ് ചെയ്യാൻ കഴിഞ്ഞു. അവർക്ക് ലോക്സഭയ്ക്കകത്തോ രാജ്യസഭയ്ക്കകത്തോ കടക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇത് അതല്ലല്ലോ സംഭവിച്ചിരിക്കുന്നത്. ലോക്സഭയ്ക്കകത്ത് ആ ഹാളിൽ സ്പീക്കറുടെ ചേംബർ ലക്ഷ്യമാക്കി 2 പേര് സ്മോക്ക് ഗണ്ണുമായി ഓടി ചെല്ലുകയാണ് ചെയ്യുന്നത്. നോക്കൂ, പ്രധാനമന്ത്രി ഉണ്ടാകാം, അവിടെ ലോക്സഭയിലെ കോൺഗ്രസ് നേതാവ് ഉണ്ടാകാം, ഉന്നത കേന്ദ്രമന്ത്രിമാരുണ്ടാകാം, നിങ്ങളാകെ ലോക്സഭാംഗങ്ങളുണ്ടാകാം. ഒരു വിഷപ്പുക അവിടെ സ്പ്രേ ചെയ്യാൻ സാധിച്ചിരുന്നുവെങ്കിൽ അത് വലിയ പ്രത്യാഘാതമുണ്ടാക്കുന്ന അപകടം, ദുരന്തമായി മാറിയേനെ എന്നുള്ളതാണ്. അപ്പോൾ ഒരുപക്ഷെ 2001 വലിയ രീതിയിലുള്ള ഒരു തയ്യാറെടുപ്പ് എവിടെയോ നടക്കുന്നുണ്ടോ സർ? അതായത് ഈ പറഞ്ഞതുപോലെ ബോംബായിരുന്നു അവരുടെ, ഈ ചാവേറായിട്ടാണ് ഇവർ ബോംബുമായിട്ടാണ് വന്നതെങ്കിൽ ഇന്ന് ഏതാണ്ട് സഭയിലുള്ള മുഴുവൻ അംഗങ്ങളും മരണപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടാവുമായിരുന്നു. കാരണം ചാവേറുകൾ സ്വയം മരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ചാടുന്നത്. അപ്പോ അങ്ങനെ ചാവേറാണ് ഇതിന് പകരം വന്നിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുകയായിരുന്നു എന്ന്, അതാണ് എല്ലാവരും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം.
പിന്നെ 2001 ഡിസംബറിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. അന്ന് സത്യം പറഞ്ഞാൽ ഈ ഗേറ്റിലൊന്നും അന്ന് ഇത്രയധികം സെക്യൂരിറ്റി ഉണ്ടായിരുന്നില്ല. ഗേറ്റില് സാധാരണ തടഞ്ഞു നിർത്തി ഐഡന്റിറ്റി കാർഡ് ചോദിച്ചു വിടാറായിരുന്നു പതിവ്. ആ സമയത്താണ് ഒരു കാറിൽ ഇടിച്ചു കയറി അന്ന് തീവ്രവാദികൾ കടന്നു വന്നത്. പക്ഷെ അതിനെ മണിക്കൂർ പോലും എടുത്തില്ല. ഏതാണ്ട് അരമണിക്കൂർ കൊണ്ട് തന്നെ അവരെ കീഴ്പ്പെടുത്തി. ഒരു MP-ക്കോ അല്ലെങ്കിൽ ഒരു സാധാരണ പാർലമെന്റിലെ സ്റ്റാഫിനോ. പക്ഷേ ദൗർഭാഗ്യവശാൽ ഞങ്ങളെയൊക്കെ സംരക്ഷിക്കാൻ നിന്ന ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ മരണപ്പെട്ടു. അതൊരു ഞങ്ങളെ ഇപ്പോഴും ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ അതിലേറെ ഇരട്ടി അത് ദുരന്തം ഉണ്ടാവുമായിരുന്നു. പക്ഷെ അതൊക്കെ നിയന്ത്രിക്കാൻ കഴിഞ്ഞു. അതേ കാലത്ത് ഇന്ന് അങ്ങനെയല്ല. ഇന്ന് സുഖമായിട്ട് വരുന്നു, ചാടി ഞങ്ങളെ മേലേക്ക് വീഴുന്നു, സ്പ്രേ ഇത് കത്തിക്കുന്നു. ഇതൊക്കെ കാണുമ്പോ കഴിഞ്ഞ തവണ 2001 ഡിസംബറിൽ ഉണ്ടായതിനേക്കാൾ എത്രയോ ഇരട്ടി സെക്യൂരിറ്റി പിഴവാണ് ഇന്നുണ്ടായിട്ടുള്ളത്. ഇത് ഒരു ബോംബ് വെച്ച് ഒരു ചാവേറാണെന്ന് ചാറ്റിയതെങ്കിൽ ഇന്നുണ്ടായിരുന്ന ഞാൻ ഉൾപ്പെടെയുള്ള മുഴുവൻ അംഗങ്ങളും ഇന്നത്തോടെ മരണപ്പെടുകയും. ഇന്ന് ബിനോയ് വിശ്വം ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഈ പിടികൂടപ്പെട്ട 4 പേരിൽ ഒരാളുടെ പേര് മുസ്ലിം ആയിരുന്നുവെങ്കിൽ ഇതിൽ പാസ് നൽകിയത് കോൺഗ്രസോ അല്ലെങ്കിൽ പ്രതിപക്ഷ കക്ഷികളുടെ MP-മാരായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു സംഭവിക്കുക? വേറൊരു നെറേറ്റീവ് ഉണ്ടാകുമായിരുന്നു എന്നുള്ള കാര്യം ശ്രീ കെ മുരളീധരൻ നിങ്ങൾ പരസ്പരം സംസാരിക്കുന്ന കാര്യമാണോ? തീർച്ചയായിട്ടും. ഇന്ന് ഞാൻ പറയായിരുന്നു, ഇന്നിപ്പോ സമദാനിയുടെയോ E.T. മുഹമ്മദ് ബഷീറിന്റെയോ അല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ പാസ് ഉപയോഗിച്ചിട്ടാണ് ഒരാൾ അവിടെ കയറിയതെങ്കിൽ അതിലൊരാൾ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ആയിരുന്നുവെങ്കിൽ ഇന്ന് എന്തൊരു പ്രചരണം നടന്നേനെ. ഇന്ന് പ്രതിപക്ഷങ്ങളൊക്കെ കൂടെ സർക്കാരിനെ സർക്കാരിനെ മോശമാക്കാൻ വേണ്ടി ചെയ്ത നിർകൃഷ്ട പ്രവൃത്തി എന്ന് പറഞ്ഞ് അടുത്ത പാർലമെന്റ് ഇലക്ഷന് പോലും അതിന്റെ പേരിൽ ഒരു വിധഗതി ഈ രാജ്യത്ത് ഉണ്ടാക്കുമായിരുന്നു. ഇതിപ്പോ BJP MP-യാണ് പാസ് കൊടുത്തത്. അതുകൊണ്ട് മറ്റ് രീതിയിലേക്ക് ഇതിനെ വ്യാഖ്യാനിച്ചില്ല എന്ന് മാത്രം. സാധാരണഗതിയിൽ അങ്ങനെ MP-മാർക്ക് പാസ് ചെക്ക് ചെയ്ത് ഇതാരാണ് എന്താണെന്നൊക്കെ നോക്കി കൊടുക്കാൻ സാധിക്കാറുണ്ടോ? തീർച്ചയായിട്ടും. ഞങ്ങളൊക്കെ പാസ് കൊടുക്കുന്ന സമയത്ത് വളരെ അടുത്ത് പരിചയമുള്ളവർക്ക് മാത്രമേ പാസ് കൊടുക്കാറുള്ളൂ. പക്ഷെ ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു സഹപ്രവർത്തനായിട്ടുള്ള ഒരു MP പറയാണ് സെക്യൂരിറ്റിക്കാർ തന്നെ 1-2 പേരെ അകത്തേക്ക് കടത്തണം എന്നാവശ്യപ്പെട്ടു അത്രേ. അപ്പോ അതിന്റെ അർത്ഥം സെക്യൂരിറ്റിക്കാരിലും ചിലരൊക്കെ ഇതിനൊക്കെ കൂട്ടു നിൽക്കുന്നുണ്ടാകാം. അല്ലെങ്കിൽ ഈ പറയുന്ന BJP-യുടെ MP അദ്ദേഹത്തിന്റെ നാട്ടുകാരാണ് ഇന്ന് അകത്തേക്ക് ചാടിയത്. പുറത്തുള്ളവര് ഉത്തരേന്ത്യക്കാരായിരുന്നു. പക്ഷെ അകത്ത് ചാടിയത് ആ MP-യുടെ പ്രദേശത്തുള്ളവരായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു എന്താണ് അതിനെക്കുറിച്ച് അന്വേഷിക്കണം. ആ MP-ക്ക് ഒരു ഉത്തരവാദിത്തമുണ്ട്. ഈ വിസിറ്റേഴ്സ് ഗാലറി ഇങ്ങനെ തുറന്നിടുക എന്നുള്ളത് എത്ര കണ്ട് ഗുണം ചെയ്യുന്നുണ്ട്? ഒന്നുകിൽ ഒരു ഗ്ലാസ് വാൾ വേണം, അല്ലെങ്കിൽ അത് കുറച്ച് ഇനിയിപ്പം ഉയർത്തിക്കെട്ടാൻ സാധിക്കില്ലല്ലോ. നേരത്തെയുള്ള പാർലമെന്റിൽ നല്ല ഉയരത്തിലായിരുന്നു. ഇനി ആരെങ്കിലുമൊക്കെ ചാടിയാൽ തന്നെ അവർക്ക് കാലിന് പരിക്കേൽക്കാതെ അവർക്ക് ഈ നിലയിൽ അടുത്ത ആക്ടിവിറ്റിക്ക് മുതിരാൻ കഴിയില്ല. എന്ന് വെച്ചാൽ അവർക്ക് ചാടി ഡെസ്കിലൂടെ പോകാൻ കഴിയില്ല. അല്ല, അവരന്ന് പഴയ മന്ദിരത്തിലാണ് ചാടിയതെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ കഥ കഴിഞ്ഞാൽ അത്രയും ഹൈറ്റ് ഉണ്ടായിരുന്നു. ഇതിപ്പോ തീരെ ഹൈറ്റ് ഇല്ല. ഏതായാലും ഇന്നത്തെ സംഭവം വലിയ ഇന്നിപ്പം മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞിരിക്കുന്നത് അമിത്ഷാ തന്നെ, ആഭ്യന്തരമന്ത്രി തന്നെ ലോക്സഭയിലെത്തി പ്രസ്താവന നടത്തണമെന്നാണ്. തീർച്ചയായിട്ടും ഇത് വളരെ ഗൗരവമുള്ളൊരു കാര്യമല്ലേ. അതുകൊണ്ട് തീർച്ചയായിട്ടും ആഭ്യന്തരമന്ത്രിയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോ, സത്യത്തിൽ ഇത് പ്രധാനമന്ത്രി തന്നെ എന്ന സഭയിൽ മറുപടി നൽകേണ്ടതാണ്. ഇങ്ങനത്തെ ഒരു സംഭവത്തിൽ സ്വന്തം സർക്കാരിന്റെ വീഴ്ച അദ്ദേഹം തുറന്നു പറയേണ്ടതാണ്. ഈ രാജ്യത്തെ ജനങ്ങളോട് അദ്ദേഹം മാഫി ചോദിക്കേണ്ടതാണ്. റൈറ്റ്. വളരെ നന്ദി ശ്രീ കെ മുരളീധരൻ MP. 2001 ബി വാജ്പേയി Debate with MV Nikesh Kumar.